ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നുള്ളതും ഇന്നത്തെ ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് നല്ല മഞ്ഞുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ കാലത്ത് നല്ല മഞ്ഞുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത് പുട്ടും മുതിര ഉപ്പേരിയാണ്. അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുതിര ഉപ്പിട്ട് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ഇതേ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കുഞ്ഞുള്ളി ചതച്ചതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എരിവിനാവശ്യമുള്ള മുളക് പൊടി ഇടണം. അപ്പോൾ ചതച്ച മുളക് അല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ചതച്ച മുളക് കഴിഞ്ഞിരിക്കുകയാണ്. അത് കാരണം മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ആകുമ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് മൂത്ത് വന്നാൽ മതി. കരിഞ്ഞു പോവാതെ മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് രണ്ട് ചെറിയ കൈപ്പിടി നാളികേരം കൂടി ഇട്ട് പിന്നെ ചെറിയ തേയിലാക്കി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ മുതിരപ്പേരിക്കും കടലുപ്പേരിക്കൊക്കെ നാളികേരമൊക്കെ നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ അതേ നമ്മൾ ചെറിയ തീയിൽ കുറച്ചധികം നേരം നാളികേരം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നാളികേരമൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചുള്ള മുതിര അതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതേ നമ്മുടെ മുതിരപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ പുട്ടു ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അതേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മുതിര ഉപ്പേരിയും ചായയും. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് ആദ്യം ഒരു മീൻ കറിയാണ് ഉണ്ടാക്കണത്. അപ്പം നമ്മൾ ഏകദേശം അരമുറിയോളം നാളികേരം എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു ചെറിയ കൈപ്പിടി ഏകദേശം ഒരു 2 കുഞ്ഞു കൈപ്പിടി നാളികേരം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും ഇത്ര ഇട്ടിട്ടാണ് ആദ്യം നന്നായിട്ട് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2-3-4 ചെറിയ ഉള്ളി. അപ്പോൾ ഇത് ചെറിയൊരു നാളികേരത്തിൻ്റെ അരമുറി നാളികേരം ചെരുകിയതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ ഒരു 2 കുഞ്ഞി കൈപ്പിടി നാളികേരം മുളകും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും കൂട്ടിയിട്ട് നന്നായി അരച്ചെടുത്തു. ബാക്കിയുള്ളത് ഞാൻ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മൺചട്ടിയിലേക്ക് ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അപ്പം എല്ലാം ചതച്ചത് ആദ്യം ഇട്ടിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ അരച്ചെടുത്തുള്ള നാളികേരം ചേർത്തു. പിന്നെ ബാക്കി നാളികേരം നമ്മൾ 2 പ്രാവശ്യമായിട്ട് വെള്ളമൊഴിച്ച് പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ പുളിക്കായിട്ട് മാങ്ങയാണ് ചേർക്കണത്. അപ്പോൾ നല്ല പുളിയുള്ള ഒരു ചെറിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓണാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഒന്ന് തിളച്ച് വരുന്നതോട് കൂടിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചുള്ള അയലമീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കറിയിലേക്ക് ഇട്ടു. ഇനി ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വറ്റിച്ചെടുക്കണം ചെയ്യാറ്. 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കി ഒരു 3/4 സ്പൂണോളം ഉലുവാപ്പൊടി കൂടി ചേർത്ത് ചെറിയ തീയിൽ നന്നായിട്ട് വറ്റിച്ചെടുത്തു. അപ്പോൾ കറിയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ കാച്ചിയെടുക്കാനായിട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ താളിച്ചൊഴിച്ചു. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ താളിച്ചൊഴിച്ചിട്ട് പിന്നെ കുറച്ച് കറി ആ താളിച്ച പാനിലേക്ക് തന്നെ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് വീണ്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതേ മാങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നല്ല അയലക്കറി റെഡി ആയിട്ടുണ്ട്. മാങ്ങയ്ക്ക് പുളി കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം കുടംപുളി നന്നായി കഴുകി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഉപ്പേരിക്കായിട്ട് ഞാൻ എടുത്തുള്ളത് വെണ്ടക്കായാണ്. അപ്പോൾ വെണ്ടക്കായ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു പാൻ വെച്ചതിലേക്ക് ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതേ ചെറിയുള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പം മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒരു കൈപ്പിടി നാളികേരം കൂടി അതിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്കായ അതിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ വലിയിച്ചെടുക്കണം. അപ്പോൾ അതേ നാളികേരമൊക്കെ ചെറിയ തീയിൽ നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്കായ അതിലേക്ക് ഇടണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ വെണ്ടക്കായ മെഴുക്ക് പുരട്ടിയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ നല്ല കുത്തരി ചോറുണ്ട്. അതിലേക്ക് ഇതേ വെണ്ടക്കായ മെഴുക്ക് പുരട്ടി, പിന്നെ അതേ നല്ല മാങ്ങ അച്ചാറ്, പിന്നെ ഇത് നമ്മുടെ പരിപ്പ് കറി, തൃശ്ശൂർക്കാരുടെ മാങ്ങയിട്ട പരിപ്പ് കുത്തിക്കാച്ചിയത്, ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.